കോഴിക്കോട് ഒരാൾക്ക് നിപ ബാധ സ്ഥിരീകരിച്ചതോടെ കടുത്ത ആശങ്കയിലാണ് കേരളം. 43-കാരനായ ഇയാൾ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ്. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ച സാമ്പിളും പോസിറ്റീവാണ്. പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ വന്നവരോട് ക്വാറന്റൈനിൽ പോവാൻ നിർദ്ദേശിച്ചു കഴിഞ്ഞു. രോഗിയുമായി സമ്പർക്കത്തിലുള്ളവർക്ക് ആർക്കും നിലവിൽ രോഗലക്ഷണമില്ല. ഇവരുടെ പരിശോധനാ ഫലം ഉടനെ വരും. ക്ലസ്റ്ററുകളുമായി തിരിച്ച് നിരീക്ഷണം ശക്തമാക്കാനാണ് തീരുമാനം. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം വിലയിരുത്തി. നിലവിൽ 77 പേരാണുള്ളത്. അതിൽ 58 പേർ ആരോഗ്യ പ്രവർത്തകർ, 14 പേർ കുടുംബാംഗങ്ങൾ, 5 പേർ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും. നിലവിൽ ആർക്കും തന്നെ രോഗലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സമ്പർക്ക പട്ടികയിലെ 2 പേർ ഹയസ്റ്റ് റിസ്ക് വിഭാഗത്തിൽപ്പെട്ടവരാണ്. അപ്പോൾ ഇതിന് ഹയസ്റ്റ് റിസ്ക് അതുപോലെ അല്ല, 2 പേര് സമ്പർക്കം 2 പേരാണ് ഹയസ്റ്റ് റിസ്ക് വിഭാഗത്തിൽപ്പെട്ടവർ. 13 പേര് ഹൈ റിസ്ക് വിഭാഗത്തിൽപ്പെട്ടവരാണ്. 62 പേർ ലോ റിസ്ക് വിഭാഗത്തിൽപ്പെട്ടവരാണ്. അതോടൊപ്പം തന്നെ രോഗബാധിതൻ്റെ റൂട്ട് മാപ്പും തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ രോഗം ബാധിച്ച വ്യക്തിയെ ഇന്നലെ രാത്രി 12 മണിയോടുകൂടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ മാറ്റിയ സന്ദർഭത്തിലും ഒന്നും കാര്യമായിട്ടുള്ള തകരാറുകളൊന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഈ ഫീൽഡ് തലത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. തിരുവനന്തപുരത്ത് 3 കുട്ടികൾക്ക് ഷിഗല്ല ബാധ സ്ഥിരീകരിച്ചു. തോന്നയ്ക്കൽ, ചാക്ക, പുത്തൻതോപ്പ് എന്നിവിടങ്ങളിലാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് അധികൃതർ അറിയിച്ചു. തിരുവനന്തപുരം ആകെ 6 പേർക്കാണ് സംസ്ഥാനത്താകെ 6 പേർക്കാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. കൊല്ലത്തും 2 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. 6 വയസ്സുള്ള കുട്ടിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. വയറിളക്കവുമായിട്ടാണ് കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ രോഗം കണ്ടെത്തുകയായിരുന്നു. രോഗത്തിൻ്റെ ഉറവിടം എവിടെയാണെന്ന് വ്യക്തത ഉണ്ടായിട്ടില്ല. 9 വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച വയനാട്ടിൽ കനത്ത ജാഗ്രത തുടരുകയാണ്. ഇപ്പോഴും നിലവിൽ തിരുവനന്തപുരത്ത് 6 കേസുകൾ പോസിറ്റീവായിട്ടുണ്ട്. കൊല്ലത്ത് 2 കേസ്, കോഴിക്കോട് 3, വയനാട്ടിൽ 9. അത് ഈ കുട്ടികളിലും അതുപോലെ തന്നെ മുതിർന്നവരിലും നടത്തിയ ടെസ്റ്റിൻ്റെ റിസൾട്ടാണ്. ഇതുവരെയായിട്ട് 9. 7 കേസുകൾ കൺഫർമേഷന് വേണ്ടിയുണ്ട് കൊടുത്തിട്ടുണ്ട്, റിസൾട്ട് കിട്ടിയിട്ടില്ല. പിന്നെ സിംറ്റംസ് 514 പേർക്കാണ് ഈ സിംറ്റംസ് കാരണം പരിശോധനയ്ക്ക് അയച്ചിട്ടുള്ളത്. സെക്കൻഡറി 64, ടോട്ടൽ 578. ഇനി ഹോസ്പിറ്റലുകൾ വയനാട്ടിൽ 47 പേര് ഹോസ്പിറ്റലുണ്ട്. കാരണം ഞാൻ മിനിഞ്ഞാന്ന് 38 കുറച്ച് ആൾക്കാർ ഡിസ്ചാർജ് ചെയ്ത് പോയിട്ടുണ്ട്, കുറച്ച് ആൾക്കാർ അഡീഷണലായിട്ട് അഡ്മിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇന്ന് വരെയുള്ള കണക്കനുസരിച്ച് ആണ് ഞാൻ പറഞ്ഞത് 47 കേസസ് ഹോസ്പിറ്റൽ അഡ്മിഷൻ ഉണ്ട്. അത് ഗവൺമെൻറ് ഹോസ്പിറ്റൽ മാത്രമല്ല, പ്രൈവറ്റിലുമുണ്ട്. അപ്പോൾ അതുപോലെ കോഴിക്കോട് 3 പേരെയാണ് അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത്. തിരുവനന്തപുരത്ത് 3 പേര്, കൊല്ലത്ത് 2 പേര്. ഇതാണ് ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ഏതാ? അതെ, സിംറ്റം അല്ല, ഈ കേസസ്. അതെ, കേസസ് റിപ്പോർട്ട് ചെയ്ത ഒറിജിനൽ കൺഫർമേഷൻ വന്നിട്ടുള്ളത് തിരുവനന്തപുരത്ത് 6, കൊല്ലത്ത് 2, കോഴിക്കോട് 3, വയനാട്ടിൽ 9. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.